ഭയങ്കര തിരക്കാണ്. പക്ഷേ ഈ തിരക്കിനിടയിലും പരസ്പര സഹകരണത്തോടെ എല്ലാവരും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ആറ്റുകാൽ അമ്പലനട ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങളിലും അതുപോലെ ആറ്റുകാൽ ഉത്സവ ദിനങ്ങളിലുമൊക്കെയാണ്. അങ്ങനെ ആറ്റുകാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് സ്ത്രീ ഭക്തരുടെ തിരക്കുകൊണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമായ ഇന്ന് വളരെ അഭൂതപൂർവമായ തിരക്കാണ് ആറ്റുകാൽ അമ്പലനടയിൽ അനുഭവപ്പെടുന്നത്. ഒരുപാട് പേർ നേരത്തെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടി വന്ന് സ്ഥലം കണ്ടെത്താൻ വരുന്നവരൊക്കെ അമ്മയെ ഒരു നോക്ക് കണ്ട് തൊഴാനായി നടക്കലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര തിരക്കാണ്. പക്ഷേ ഈ തിരക്കിനിടയിലും പരസ്പര സഹകരണത്തോടെ എല്ലാവരും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ആറ്റുകാൽ അമ്പലനട ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങളിലും അതുപോലെ ആറ്റുകാൽ ഉത്സവ ദിനങ്ങളിലുമൊക്കെയാണ്. അങ്ങനെ ആറ്റുകാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് സ്ത്രീ ഭക്തരുടെ തിരക്കുകൊണ്ട്. ആറ്റുകാൽ പരിസരത്ത് പൊങ്കാല ഇടാനായിട്ട് അയ്യപ്പൻ കോവിലിൻ്റെ അടുത്തൊരു ഗ്രന്ഥശാലയുണ്ട്, അവിട്ടം തിരുനാൾ ഗ്രന്ഥശാല. അവിടെ ഒരുപാട് സ്ത്രീകൾ അടുപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു, അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് വന്നപ്പം ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഒരമ്മ ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുന്നു. ആ അമ്മയാണ് ഈ അമ്മ. ഈ അമ്മയുടെ പേര് രാധ എന്നാണ്. അമ്മയ്ക്ക് എന്താ ജോലി? ജോലിയൊന്നുമില്ല. അയ്യോ പാവം. പക്ഷെ നോക്ക്, കഴുത്തിലൊക്കെ നോക്ക് ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് സ്വർണ്ണാഭരണങ്ങളുണ്ട്. ജോലിയൊന്നുമില്ല. മക്കളെ കൂടെയാണോ വന്നത്? മക്കള് മോളുടെ കൂടെ വന്ന്. മക്കള് 3 പേരും കല്യാണം കഴിച്ച് പോയി. ആരുമില്ല. അച്ഛൻ മരിച്ചോണ്ട് മോളുടെ കൂടെ നിക്കണേ. പക്ഷെ എല്ലാരും ഉണ്ടല്ലോ. ഇപ്പോ മക്കളില്ലേ കൂടെ? അമ്മ, ഇന്നത്തെ കാലത്ത് മക്കള് കൂടെ ഇല്ലാത്ത അമ്മമാര്, അല്ലെങ്കിൽ അമ്മമാരെ സ്നേഹിക്കാൻ അനുവദിക്കാത്ത ഭർത്താക്കന്മാര്, അവരെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ലോകം. ആ സമയത്ത് അമ്മ ഭാഗ്യവതിയല്ലേ? മരുമോനൊക്കെ അതിന് നല്ലത്. മക്കളെക്കാളും നല്ലത് മരുമക്കള്. അതിലും നല്ല പേരക്കുട്ടികള്. അതുകൊണ്ട് പൊങ്കാലയ്ക്ക് ആദ്യമായിട്ടാണോ? പൊങ്കാലക്ക് ഇവളുടെ കൂടെ ഇടക്ക് വരാറുണ്ട്. എനിക്ക് കൂടുതലായിട്ട് ഇന്ന് ഞാൻ ഇടാൻ തീരുമാനിച്ചിരിക്കുക. ആദ്യത്തെ പ്രാവശ്യം എൻ്റെ മോളുടെ പൊങ്കാല ഇടാൻ വേണ്ടി അമ്മ കൂടെ വന്നായിരുന്നേ. അപ്പം മോള് പൊങ്കാല ഇടാൻ വേണ്ടി നിന്നിട്ട് മോള് പൊങ്കാല തിളച്ച് വന്നപ്പോഴാണ് കൊച്ചിന് ഫോൺ വരുന്നത്. അവള് ക്യാബിൻ ക്രൂ ആയിട്ട് ജോലി കിട്ടിയെന്ന് പറയും. അപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കൊച്ചിന് ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ എല്ലാ വർഷവും ഓരോരോ കാര്യങ്ങളുണ്ടാവും വീട്ടില്. ഇപ്പൊ 4 മക്കളും UK അല്ല, മക്കളും പെരുമക്കളും ഞങ്ങള് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് എന്റെ അനിയത്തിയ. ഇത് ബന്ധുവാണ് ഞങ്ങള്. എന്റെ ചേച്ചിയാണ്. അങ്ങനെ എല്ലാരും കുടുംബസമേതം പൊങ്കാല ഇടാൻ വന്നിരിക്കുകയാണ് അല്ലേ? എന്താ മോളൊക്കെ ഉണ്ട്, അവര് അപ്പുറത്തോട്ട് പോയി. നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ശരിയാണുണ്ട്. ഞങ്ങള് ഇതിനു മുന്നേ ഒരു ദിവസം വന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അവര് ഞങ്ങൾ കൃത്യമായിട്ട് എറണാകുളം എന്നൊരു പേരൊക്കെ എഴുതി, ഞങ്ങളുടെ പേരൊക്കെ എഴുതി റെഡിയാക്കി കല്ലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടിച്ചിട്ടില്ല. തിരുവനന്തപുരത്തുകാരുടെ ആ ഒരു സഹകരണത്തെ കുറിച്ച് എന്താണ് എറണാകുളത്തുകാരിക്ക് പറയാനില്ല? തിരുവനന്തപുരത്തുകാര് പൊങ്കാലക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷക്കാർ പോലും ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കണം. ഞങ്ങളുടെ വീട്ടിൽ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞവര്. അത് സന്തോഷം. പൊങ്കാലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണത് സന്തോഷം തന്നെ. സന്തോഷം. സിന്ധു. സിന്ധുവിന് ഒരുപാട് ഐശ്വര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. രാധമ്മയ്ക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. രാധമ്മയെ നന്നായിട്ട് നോക്കണം കേട്ടോ. ഒരുപാട് പരാതി പറഞ്ഞു, ജോലിയില്ല, ഹസ്ബൻഡ് ഇല്ല. ഒരു കുഴപ്പമില്ല കേട്ടോ. എന്റെ മക്കളൊക്കെ നന്നായിട്ട്. ശരി അമ്മ, ശരി, താങ്ക് യു. അടൂരിൽ നിന്നുള്ള വിജയമ്മ ചേച്ചിയാണ്. ചേച്ചിക്ക് അമ്മയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് ചേച്ചിയുടെ അനുഭവം? എൻ്റെ ആങ്ങളയുടെ കല്യാണം നടന്നില്ലായിരുന്നു, അത് നടന്നു. കഴിഞ്ഞ വർഷം പൊങ്കാല ഇട്ടു. അതിനായിട്ട് വന്നേപ്പം അന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതെ. ഇപ്പൊ ഒരു സുഖമായിട്ട് ജീവിക്കുന്നു. എത്ര പേരാ നിങ്ങള്? ഞങ്ങൾ 4 പെണ്ണുവരാണ്. അല്ലേ? അപ്പൊ അത് ഇതായി. പിന്നെ എൻ്റെ അനിയത്തിക്ക് മാറിനൊരു മുഴ വന്നു. അതിനും അമ്മയുടെ അടുക്ക പറഞ്ഞ് വന്നതാ. സന്തോഷമായി. എല്ലാ കാര്യങ്ങളും ഒരുക്കി. അമ്മയ്ക്ക് ഇനി അമ്മയെ കാണാൻ പോവാ. പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരും. പത്മനാഭന്റെ മുന്നിലിരുന്ന ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി ഒരു 3-4 സ്ത്രീകൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. കാരണം എന്താന്ന് വെച്ചാൽ സ്ഥലം കിട്ടിയത് ചെറിയ സ്ഥലത്തൊന്നും അല്ല. ഒന്നുകിൽ ആറ്റുകാൽ അമ്പലത്തിൽ കിട്ടണം, അല്ലെങ്കിൽ പത്മനാഭന് മുന്നിൽ കിട്ടണം എന്ന ആഗ്രഹത്തിലാണ് വന്നത്. എല്ലാ വർഷവും ഞങ്ങൾ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ പത്മനാഭന്റെ മുന്നിലായി ഇടുന്നത്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ അവിടെ തന്നെ ഇട്ടത്. ഭയങ്കര സന്തോഷം.
സന്തോഷമായി സന്തോഷം. അടുപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാ വന്നത് സന്തോഷമായി. ചെല്ലമ്പന് അടുപ്പ് കാണുമെന്ന് അറിയത്തില്ല, അങ്ങനെ വെച്ചേക്കുന്നത്. ഞങ്ങൾ അടുപ്പ് പോയ വഴക്കുണ്ടാക്കുമോ? വഴക്കൊന്നും ഉണ്ടാക്കിയില്ല, ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ വരുന്നത്. നിങ്ങളെല്ലാവരും നാളെ ഇനി പൊങ്കാലയും കഴിഞ്ഞേ പോകത്തുള്ളൂ. ഞാൻ 48 വർഷം കൊണ്ട് ഞാൻ പൊങ്കാലയ്ക്ക് വരുന്നതാണ്. ചേച്ചിയുടെ പേര്? അംബുജം. അപ്പൊ 48 വർഷമായിട്ട് ഇവരെയൊക്കെ ഒന്ന് അടക്കി ഭരിക്കുമോ? ഭരിക്കുവാണ്. ഞങ്ങൾ അവിടെ നിന്ന് എന്റെ കൂടെ ഇഷ്ടം പോലെ ആളുകളായിരുന്നു അന്ന് വന്നത്. ഇപ്പൊ എനിക്ക് വയ്യാഞ്ഞിട്ട് പോലും ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇത്തവണ നിങ്ങൾക്കൊന്നും ക്ഷീണമൊന്നും പറ്റാതെ സന്തോഷമായി. നല്ലൊരു മണിയായപ്പോ ഇവിടെ കയറിയതാ. ഇപ്പോഴാണ് നിങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയത്. അപ്പൊ നല്ല രീതിയിൽ ഇത്തവണ പൊങ്കാല ഇടാൻ പറ്റട്ടെ. ശരി.